കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആവർത്തന പുസ്തകം 30-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം ഇങ്ങനെ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. ആവർത്തനം 30:20 നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ കേട്ട് അനുസരിച്ചാൽ. കണ്ടോ, ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചാൽ ദൈവം ചെയ്യുന്ന നന്മകളും. വാക്ക് എന്നുള്ള ആ പദത്തിൽ നിന്നുകൊണ്ട് മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന് മാത്രം ചില കാര്യങ്ങൾ സംസാരിച്ച് പ്രാർത്ഥിപ്പാൻ താല്പര്യപ്പെടുകയാണ്. വാക്കുകൾ എന്നുള്ള സബ്ജക്റ്റ് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ അത് വളരെ വിപുലീകരിച്ച് നോട്ട്സ് എൻ്റെ കൈവശമുണ്ട്. എന്നാൽ അതെല്ലാം ഇന്നെടുക്കുന്നില്ല, ഞാൻ എടുത്തോളാം, പിന്നീട് പ്രഭാതം എന്ന സമയത്ത് എടുത്തോളാം. ഇന്ന് ഇപ്പോൾ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന് മാത്രം ഏതാനും ചില എല്ലാം എടുക്കാൻ സമയം കിട്ടുമോ എന്നെനിക്ക് തോന്നുന്നില്ല. മത്തായി എഴുതിയ സുവിശേഷത്തിൽ മാത്രം ചിലത് എടുക്കാം. മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്. എന്നതാ അവൻ പറയുന്ന വാക്ക്? നിന്റെ വഴി ഒരുക്കി അവന്റെ പാത നിരപ്പാക്കുവീൻ. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്ക്. ഇത് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ച ഒരു പ്രവചനത്തിന്റെ നിവർത്തീകരണമാണ്. യോഹന്നാൻ സ്നാപകൻ യേശുവിന് മുന്നോടിയായി ഇറങ്ങി വന്ന് യേശുവിന് വേണ്ടി വഴിയൊരുക്കി അവൻ മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞു നടന്നു. അവന്റെ വാക്ക് വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നതാണ്. പ്രിയ ദൈവമക്കളെ, പൗലോസ് അപ്പോസ്തലൻ പ്രസ്താവിച്ച ഒരു സെന്റൻസ് ഉണ്ട്. സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. പ്രിയ ദൈവമക്കളെ, സുവിശേഷം അറിയിക്കുക എന്നുള്ള ദൗത്യം നമ്മുടെ മേൽ കിടക്കുകയാണ്. ആവോളം യേശുവിനെ കുറിച്ച് പറയുവാൻ, പ്രസ്താവിപ്പാൻ, മറ്റുള്ളവരോട് യേശുവിനെ കുറിച്ച് മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയണം. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ ദിവസങ്ങളിൽ നടക്കുന്ന കോട്ടേജ് പ്രയറുകളിലെല്ലാം പരിസരവാസികളെ, ബന്ധുമിത്രാദികളെ ഒക്കെ വിളിച്ചു കൂട്ടി കാത്തിരിക്കുന്ന പ്രവണത നമ്മുടെ സഭയിൽ പലരുടെയും അതേ ഭവനങ്ങളിൽ നടന്ന പ്രാർത്ഥനയിൽ എനിക്ക് കാണാനിടയായി. കാര്യം മറ്റൊന്നുമല്ല, ദൈവദാസന്മാർ വന്ന് ശുശ്രൂഷിക്കുമ്പോൾ അതിലേതെങ്കിലും ഒരു വചനം ഈ ക്ഷണിക്കപ്പെട്ടവരുടെ ഉള്ളത്തിൽ ക്രിയ ചെയ്താൽ ആ പ്രാർത്ഥന ക്രമീകരിച്ച് അവർ സാറ്റിസ്ഫൈഡ് ആവും. സുവിശേഷം നമുക്ക് പറയാൻ കൃപയില്ലെങ്കിൽ അതിന് വേണ്ടുന്ന കൈത്താങ്ങൽ കൊടുക്കാൻ നമുക്ക് കഴിയും, ഇല്ലേ? യോശുവ യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്യുമ്പോൾ മോശ ചെയ്തത് പർവ്വതത്തിന് മുകളിൽ കയറി അവൻ തൻ്റെ കയ്യിലിരുന്ന യഹോവയുടെ വടി അന്തരീക്ഷത്തിൽ ഉയർത്തിപ്പിടിച്ചിങ്ങനെ നിൽക്കുക. അവന്റെ കൈ താണാൽ യുദ്ധത്തിൽ പരാജയം നിശ്ചയമാണ്.
എന്താ ഇവൻ മോശ കൈ വടി ഉയരത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചത്? ശ്രദ്ധിക്കണം, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല, പിന്നെ ആരോടാ? വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിലെ ദുഷ്ടാത്മാ സേനയോടുമാ. ആ പൈശാചിക ശക്തിയോട് ജയമെടുക്കണമെങ്കിൽ നമ്മുടെ കരങ്ങൾ ഉയർന്നിരിക്കണം. അന്തരീക്ഷത്തിൽ പോരാടുന്ന അന്ധകാര വ്യാപാര ശക്തിയുണ്ട്. മോശയ്ക്ക് അത് നല്ലവണ്ണം അറിയാം. യോശുവ യുദ്ധം ചെയ്യുന്നെങ്കിലും മോശ ആ അന്ധകാര ശക്തിയോട് അവർ ആ പർവ്വതത്തിന്റെ മുകളിൽ പടവെട്ടുകയായിരുന്നു. പ്രിയ ദൈവമക്കളെ, സുവിശേഷം അറിയിക്കാൻ നമുക്ക് വാക്ചാതുര്യമില്ലെങ്കിലും അതിനൊരു കൈത്താങ്ങൽ കൊടുക്കാൻ നമുക്ക് കഴിയും, ഇല്ലേ? പ്രാർത്ഥനയുടെ കൈത്താങ്ങൽ, സാമ്പത്തിക കൈത്താങ്ങൽ, ഒരു ട്രാക്ട് കൊടുക്കുക, അല്ലെ ഒരു നോട്ടീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാൻ ഒക്കെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കസേര പിടിച്ചിടാൻ സുവിശേഷ വേലയുടെ ഭാഗമാത്. ഇപ്പൊ നാളെ എനിക്ക് മാവേലിക്കര ഒരു കൺവെൻഷനിൽ പ്രസംഗിക്കാനായിട്ടുണ്ട്. നാളെ എന്നോടൊപ്പം പ്രിയ ചാൾസ് വരികയാണ്. ഉത്സാഹത്തോടെ അവൻ പറഞ്ഞു ഞാൻ വരാം. ഒരു കൈത്താങ്ങൽ. ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നവരുടെ വരാം, എൻ്റെ കാറിൽ പോവുക. ഒരു കൈത്താങ്ങൽ. അപ്പൊ സുവിശേഷം അറിയിക്കുന്ന കാര്യത്തിൽ നാം ഓരോരുത്തരും ഉത്സാഹികളായിരിക്കണം. ഇന്ന് ഉത്സാഹമൊക്കെ കെട്ടുപോയിരിക്കുക. ശ്രദ്ധിക്കൂ, സുവിശേഷം അറിയിക്കുന്ന കാര്യത്തിൽ നമുക്കൊരു ഉത്സാഹം വേണം. ഇവിടെ വായിക്കുന്നു, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്. ദൈവമക്കളെ, നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനൊന്ന് പറയാൻ ഇടയായി തീരട്ടെ. നമ്മുടെ വാക്കുകൾ നമ്മുടെ കർത്താവിന് വഴിയൊരുക്കാൻ, കർത്താവിന്റെ നിർമ്മല സുവിശേഷം ദേശത്ത് വിളിച്ചോതുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയായി തീരട്ടെ. സ്തോത്രം. ഞാൻ വേഗം മുൻപോട്ട് പോയിട്ട് അവിടെ നിൽക്കുന്നില്ല. രണ്ടാമത് കാണുന്ന പദം 8-ാം അധ്യായം 8-ാമത്തെ വാക്യം, 8-ന്റെ 8-ാമത്തെ വാക്യം. അതിന് ശതാധിപൻ, കർത്താവേ, നീ എന്റെ പുറയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ഈ സംഭവം നമുക്കറിയാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കഫർന്നഹൂമിൽ ചെന്നു. കഫർന്നഹൂമിൽ, അതിന്റെ ആ 5-ാമത്തെ വാക്യം തുടങ്ങി വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അവൻ കഫർന്നഹൂമിൽ ചെന്നപ്പോൾ ഒരു ശതാധിപൻ യേശുവിന്റെ അടുക്കൽ വന്നു. ആ ശതാധിപൻ യേശുവിനോട് പറയാ, ഗുരു, എന്റെ ദാസൻ, അതായത് എന്റെ ബാല്യക്കാരൻ ദീനമായി കിടക്കുന്നു. നീ അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, അവന് സൗഖ്യം കിട്ടണം. കർത്താവ് പറഞ്ഞ അത്രയുള്ള, ഞാൻ വരാം, ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കാം, അവന് സൗഖ്യം ലഭിക്കും. ഈ തീരുമാനത്തോടെ കർത്താവ് പോകാൻ ഭാവിച്ചപ്പോൾ ഈ ശതാധിപൻ പറയുന്ന ഭാഗമാ നമ്മളാ വായിച്ചു കേട്ടത്. ഗുരു, നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ ആരല്ല, യോഗ്യനല്ല. ഉണ്ടോ? ആർക്കെങ്കിലും പറയാനുണ്ടോ യോഗ്യത ഉണ്ടെന്ന്? ആർക്കെങ്കിലും പറയാനുണ്ടോ യോഗ്യത ഉണ്ടെന്ന്? ഇല്ല. നമ്മളാരും യോഗ്യതയുള്ളവരല്ല. പക്ഷെ ദൈവം കരുണ ചൊരിഞ്ഞ് അവൻ നമ്മുടെ പുരയ്ക്കകത്ത് വന്നു കയറി. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിക്കുക. സ്തോത്രം. നീ എന്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. പക്ഷെങ്കിൽ ഒരു കാര്യം, നീ ഒരു വാക്ക് കൽപ്പിച്ച, നിന്റെ ഒരു വാക്ക് മതി. ഒരു പാട്ട് തന്നെ അത് അങ്ങനെ പാടുന്നുണ്ടല്ലേ, ഒരു വാക്ക് മതി, ഒരു വാക്ക് മതി. നിന്റെ ഒരു വാക്ക് മതി, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം കിട്ടും. ഇന്ന് പകൽക്കാരൻ എത്ര പേർ അങ്ങനെ പറയും?
ഗുരുവിനോട് എത്ര പേർ പറയും? കർത്താവിനോട് എത്ര പേർ പറയും? അതെ യേശുവേ, നിന്റെ ഒരു വാക്കു മതി എന്റെ ഭവനത്തിന് വ്യതിയാനം വരാൻ, എന്റെ കുടുംബത്തിന് വ്യത്യാസം വരാൻ, എന്റെ തലമുറയ്ക്ക് വ്യത്യാസം വരാൻ, അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടാൻ നിന്റെ ഒരു വാക്ക്. ദൈവം ഒരു വാക്ക് കൽപ്പിച്ചാൽ ആമേൻ, നിന്റെ ജീവിതത്തിൽ വിടുതല. സ്തോത്രം. ഈ ശതാധിപൻ പറയുന്നു, ഗുരു, നീ എന്റെ പുരക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. ഒരിക്കൽ യാക്കോബ് യബോക്ക് നദിയുടെ തീരത്ത് വെച്ച് ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, നീ അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ ആരാ? ഐ ആം നോട്ട് വർത്തി. ഞാൻ യോഗ്യനല്ല, ഞാൻ അപാത്രമത്രേ. കാരണമൊന്നുമല്ല. ഇവൻ തിരിഞ്ഞൊന്ന് നോക്കി. ഒരു വടിയോട് കൂടി 20 വർഷങ്ങൾക്ക് മുൻപ് വെറും ഒരു വടിയോട് കൂടി യോർദാൻ കടന്ന ചരിത്രം യാക്കോബ് തിരിഞ്ഞു നോർത്തു. ഓ റീബാന, 20 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം അവന് 2 കൂട്ടമായി അനുഗ്രഹിപ്പാൻ ഇടയായി തീർന്നു. ഇന്ന് മകൾ ദൈവമൈതലേ, നാം അനുഭവിക്കുന്ന നന്മകൾ, നാം അനുഭവിക്കുന്ന സ്വസ്ഥത, നാം അനുഭവിക്കുന്ന സമാധാനം, നാം അനുഭവിക്കുന്ന സകല അനുഗ്രഹങ്ങളും ദൈവം തന്നതല്ലേ? എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ശ്രദ്ധിക്കൂ, ഇന്ന് നാം അനുഭവിക്കുന്ന സൗഖ്യം വൈദ്യശാസ്ത്രത്തിന്റെ മിടുക്ക് കൊണ്ടാണോ? മരുന്നിന്റെ ശ്രേഷ്ഠത കൊണ്ടാണോ? നെവർ നെവർ നെവർ. നമ്മുടെ അരുമനാഥനായ ദൈവം തന്ന വിടുതലല്ലേ, ദൈവം തന്ന സൗഖ്യമല്ലേ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്? സ്തോത്രം. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കും? നിന്റെ വിഷയത്തിന്മേൽ, നിന്റെ കുടുംബത്തിന്റെ വിഷയത്തിന്മേൽ, നിന്റെ സാമ്പത്തിക വിഷയത്തിന്മേൽ, നിന്റെ തലമുറയ്ക്ക് തുറക്കപ്പെടേണ്ട വിഷയത്തിന്റെ മേൽ, നിന്റെ ശാരീരികമായ രോഗ വിഷയത്തിന്മേൽ നമ്മുടെ ദൈവം തമ്പുരാൻ ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം ഒരു വാക്ക്, ഒരു വാക്ക്, ഒരു വാക്ക് അവൻ കൽപ്പിക്കുന്നവൻ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ജീസസ്. ഇവിടെ ഈ ശതാധിപൻ ദൈവത്തോട് പറയുക, ഗുരു, നീ എൻ്റെ പുരക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. ഐ എം നോട്ട് വർത്ത്. ഞാൻ അതിന് യോഗ്യനല്ല. നീ ഇവിടെ നിന്നുകൊണ്ട് ഒരു വാക്ക്. അങ്ങനെയെങ്കിൽ എത്ര പേർ വിശ്വസിക്കുന്നു? നിന്റെ വിഷയം എത്ര മൈലുകൾ, കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ളതാണെങ്കിലും, രാജ്യങ്ങൾ കടന്നുള്ളതാണെങ്കിലും, ഇവിടെ നീ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവന്റെ വാക്ക് കേൾപ്പിച്ച് അവിടെ വിടുതൽ നൽകുന്നവനാ. ഓ ഹല്ലേലൂയ. എത്ര വിദൂരതയിൽ ഉള്ള വിഷയമായാലും ഇവിടെ അവരൊരു വാക്ക് കൽപ്പിച്ചാൽ കർത്താവായ യേശു ക്രിസ്തു ബഥാനിയിൽ ലാസറിന്റെ കല്ലറയുടെ വാതിക്കലെത്തി. ലാസറിനെ നമ്മുടെ യേശു കണ്ടില്ല. കല്ലറയ്ക്കകത്ത് യേശു തമ്പുരാൻ പറഞ്ഞു കല്ലുരുട്ടി മാറ്റാൻ പറഞ്ഞു. കല്ലുരുട്ടി മാറ്റി. ലാസർ കല്ലറയ്ക്കകത്ത. യേശു കല്ലറയ്ക്കകത്ത് കയറിയില്ല.
അവൻ പുറത്തു നിന്നുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞു, ലാസറേ നീ പുറത്തു വാ. ലാസറേ നീ പുറത്തു വാ. ഒന്ന് ശ്രദ്ധിക്കണേ, മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് ഇവിടെ നിൽക്കുന്നില്ല. ചിലർ പറയുന്നത് മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് ഇവിടെയൊക്കെ ഉണ്ടെന്ന്. എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു വീട്ടിൽ ഒരു മരണം നടന്നു. എൻ്റെ കുടുംബത്തിലെ ഞാൻ അവിടെ ചെന്നപ്പോൾ ആ അപ്പച്ചന് വേണ്ടി ഈ തുമ്പല, വാഴയുടെ തുമ്പല വെട്ടി, ഞാൻ ആ മരണത്തിന് സംബന്ധിച്ച വ്യക്തിയാണ്. തുമ്പല വെട്ടി അതിനകത്ത് ചോറും വിഭവ സമൃദ്ധമായ കൂട്ടാനും ഒക്കെ ഇട്ട് വിഭവ സമൃദ്ധമായ ഊണ് അവിടെ ഇങ്ങനെ വെച്ചിരിക്കുക. അപ്പച്ചൻ കിടന്നുറങ്ങിയ കട്ടിലിൻ്റെ മുമ്പിൽ താഴെ ഇങ്ങനെ വെച്ചിരിക്കും. ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി ഇതെന്തിനാ ഇത്? അത് മോനെ, നമ്മുടെ അപ്പച്ചൻ്റെ ആത്മാവ് ഇവിടൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. ഇവിടൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന അപ്പച്ചൻ്റെ ആത്മാവിന് തൃപ്തി വരാൻ വേണ്ടി ഇവിടെ ജീവനോടിരുന്നപ്പോൾ ഒരു നല്ല ഭക്ഷണം കൊടുത്തിട്ടില്ല. ജീവനോടിരുന്നപ്പം ഒരു നല്ല ഭക്ഷണം കൊടുത്തിട്ടില്ല. ഇപ്പൊ മരിച്ചു കഴിഞ്ഞപ്പോ ഇലയില് വിഭവസമൃദ്ധമായ ഭക്ഷണം. പിശാച് മനുഷ്യനെ വഞ്ചിച്ച് ഇങ്ങനെ കൊണ്ടു നടക്കുക. കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം പറയാം. തമിഴ്നാട്ടിലെ ഒരു മനുഷ്യൻ ഗൾഫിലാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചുപോയി. പള്ളിയിൽ നിന്ന് ഇദ്ദേഹം നാട്ടിൽ വന്നു. പിതാവിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് നടന്നു പോയി. അടുത്ത വർഷം, ഒരു വർഷം കഴിഞ്ഞപ്പം ഈ മരിച്ച ഡേറ്റിൽ പള്ളിയിൽ നിന്ന്, ഇദ്ദേഹം ഉൾപ്പെട്ട് നിന്ന പള്ളിയിൽ നിന്ന് ഒരു ലെറ്റർ ഇദ്ദേഹത്തിന് ചെന്നു ഗൾഫിലേക്ക്. താങ്കളുടെ പിതാവിൻ്റെ മരണ ദിവസം ഇതാ വന്നിരിക്കുന്നു. താങ്കളുടെ പിതാവിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുവാൻ ഒരു കുർബാന അർപ്പിക്കണം. അതിന് ഇത്ര രൂപ അയച്ചു തരണം. ഈ മനുഷ്യൻ, അയ്യോ, അദ്ദേഹത്തിൻ്റെ അപ്പൻ്റെ ആത്മാവിന് ശാന്തി നേരാനല്ലേ, ഇദ്ദേഹം രൂപ അയച്ചു കൊടുത്തു. ആ രൂപ വെച്ച് കുർബാനയൊക്കെ അർപ്പിച്ചു. അപ്പൻ്റെ ആത്മാവിന് ശാന്തി നേർന്നു. ഇദ്ദേഹത്തിന് സന്തോഷമായി. വീണ്ടും ഒരു വർഷം കൂടെ കഴിഞ്ഞപ്പം അടുത്ത വർഷം ഇതേ ഡേറ്റിൽ രണ്ടാം ഒരു ലെറ്റർ, താങ്കളുടെ പിതാവിൻ്റെ മരണ ദിവസം ഇന്ന ദിവസമാണ്, അത് അടുത്ത് വരുന്നു. ആ പിതാവിൻ്റെ ആത്മാവിന് ശാന്തി നേർന്നുകൊണ്ട് കുർബാന അർപ്പിക്കാൻ ഇത്രയും രൂപ വേണം. ഇദ്ദേഹം അയച്ചു കൊടുത്തില്ല. ഇദ്ദേഹം നേരെ അവിടുന്ന് ടിക്കറ്റ് എടുത്ത് നേരെ ഇങ്ങു വന്നു. നേരെ ചെന്നു ഇദ്ദേഹം ഉൾപ്പെട്ട് നിൽക്കുന്ന പള്ളിയിൽ ചെന്നു. ഈ ലെറ്റർ എഴുതിയ പുരോഹിതനോട് മറ്റുള്ള വ്യക്തികളോട് ചോദിച്ചു, കഴിഞ്ഞ വർഷം എൻ്റെ അപ്പൻ്റെ ആത്മാവിന് ശാന്തി നേർന്നുകൊണ്ട് ഞാൻ കുർബാന അർപ്പിച്ചതാണ്. ഈ ഒരു വർഷത്തിനിടയിൽ എൻ്റെ അപ്പൻ്റെ ആത്മാവിൻ്റെ ശാന്തി നഷ്ടപ്പെടുത്തിയത് ആരാന്ന് എനിക്കൊന്നറിയണം, എന്നിട്ടേ ഞാൻ കുർബാന അർപ്പിക്കത്തുള്ളൂ. വഞ്ചിക്കുകയാ, മനുഷ്യനെ വഞ്ചിക്കുന്ന വഞ്ചകന്മാർ. സ്വത്രം ജീവനോടിരിക്കുമ്പം അവനവൻ ചെയ്തത് നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ അവൻ ഒരു വാക്ക് കൽപ്പിച്ച കർത്താവ് ലാസറിന്റെ കല്ലറവാതിക്കൽ നിന്നുകൊണ്ട് ഒരൊറ്റ വിളി, ലാസറേ യു കം ഔട്ട്, യു കം ഔട്ട്, നീ പുറത്തേക്ക് വരിക. ഇത് വിളിച്ചപ്പോൾ ശ്രദ്ധിക്കണം, അവന്റെ വാക്കിന്റെ വില. ഇവന്റെ ആത്മാവ്, ലാസറിന്റെ ആത്മാവ് എവിടെ ആയിരുന്നുവോ അവിടേക്ക് നമ്മുടെ അരുമനാഥനായ യേശുവിന്റെ ആ ശബ്ദം ചെന്നു.
അവിടെ നിന്ന് ആ ആത്മാവ് പുറപ്പെട്ട് ലാസറിന്റെ ഭൗമ ശരീരത്തിലേക്ക് വന്ന് കയറി. ആമേൻ. അവൻ ലാസർ ജീവനോട് കല്ലറയ്ക്ക് പുറത്ത് വന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഇവിടെ നീ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ വാക്ക് എത്ര വിദൂരതയിൽ നിന്റെ വിഷയം ആയിരുന്നാലും അവിടെ അവൻ പ്രവർത്തിക്കും. ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. Praise the Lord. ആമേൻ. അവനൊരു വാക്ക് കൽപ്പിച്ചാൽ നമുക്ക് വിടുതല. ഒരു വാക്യം കൂടി ഒന്ന് വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ സമയം പോകുന്നല്ലോ. 15-ാം അധ്യായം 23-ാമത്തെ വാക്യം. 15-ാം അധ്യായം 23-ാമത്തെ വാക്യം. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. ഒരു വാക്കും യേശു ഉത്തരം പറഞ്ഞില്ല. എന്താ കാര്യം എന്നറിയോ? യേശു ഇവളെ പരീക്ഷിക്കുകയാണ്. ആരെയാ? കനാന്യ സ്ത്രീ. കനാന്യ സ്ത്രീ യേശു വന്നു എന്ന് കേട്ടിട്ട് യേശുവിന്റെ പിന്നാലെ നടക്കുക. അവളുടെ കുഞ്ഞിന് മോക്ക് ഭൂതോപദ്രവം. ആ രോഗത്തിന്റെ മേൽ, വ്യാധിയുടെ മേൽ സൗഖ്യം ലഭിക്കേണ്ടതിന് കനാന്യ സ്ത്രീ യേശുവിന്റെ പിന്നാലെ പോവുകയാണ്. അവൻ അവളോട് സന്നിധിയിൽ അവൾ തുറന്നു പറഞ്ഞു, ഗുരു, എൻ്റെ മകൾ ഭൂതോപദ്രവത്താൽ ബാധിക്കപ്പെട്ട് കിടക്കുന്നു. അവളുടെ അവസ്ഥ തുറന്നു പറഞ്ഞു. 3, she cried in loud voice. ഉറക്കെ കരഞ്ഞു. ആ 22-ാമത്തെ വാക്യത്തിലുണ്ട്, അവൾ നിലവിളിച്ചു പറഞ്ഞു. She cried loudly. നിലവിളിക്കുക, ദൈവസന്നിധിയിൽ ഉറക്കെ കരയുക. 4, she followed him. എന്തെല്ലാം പറഞ്ഞിട്ടും അവന് തിരിഞ്ഞു നോക്കാതെ പോയപ്പോഴും ഇവളെന്ത് ചെയ്തു? യേശുവിൻ്റെ പിന്നാലെ അവനെ അനുഗമിച്ചു. 23-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. 25-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ she worshipped him. അവൾ അവനെ ആരാധിച്ചു. അവിടെ വായിക്കുന്നത് 25-ാം വാക്യത്തിൽ, എന്നാൽ അവൾ വന്നു കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു, ആരാധിച്ചു, അവന്റെ മുമ്പിൽ കുമ്പിട്ടു. 6-ാമത്തെ വിഷയം, she submitted herself. അവൾ സ്വയം അവളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. she submitted herself. 27-ാം വാക്യത്തിൽ നമുക്കത് കാണാൻ കഴിയും. കർത്താവ് പറഞ്ഞു, നായ്ക്കുട്ടികൾക്ക് യജമാന്മാർ മേശമേലുള്ള അപ്പം ഇട്ടുകൊടുക്കാറില്ല. ഉടനെ ഇവള് പറയുക, അതേ കർത്താവ്, ഞാൻ നായയാണ്, ഞാൻ നായ്ക്കുട്ടിയാണ്. നായ്ക്കുട്ടികളും മേശമേൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ കൊണ്ട് ജീവിക്കും. അപ്പൊ ഇവളെ തന്നെ സമ്മതിക്കുകയാണ് ദൈവസന്നിധിയിൽ. She submitted herself. 7-ാമത്തെ വിഷയം, she received deliverance by force. നിർബന്ധിച്ച് അവൾ വിടുതൽ ഏറ്റുവാങ്ങുകയാണ്. നീ എൻ്റെ കുഞ്ഞിന് സൗഖ്യം തന്നേ മതിയാവൂ എന്ന് പറഞ്ഞ് അവൾ ആ വിടുതൽ ഏറ്റെടുക്കുന്നു. 27-ാമത്തെ വാക്യം, യേശു അവളോട്, അവളുടെ ആ നിർബന്ധം കണ്ടപ്പോൾ യേശു അവളോട്, സ്ത്രീയെ, യുവർ ഫെയ്ത്ത് ഈസ് ഗ്രേറ്റ്. നിന്റെ വിശ്വാസം വലിയത്, നിന്റെ വിശ്വാസം വലിയത്. ഇന്ന്
നമുക്കും ഇതുപോലെ ദൈവസന്നിധിയിൽ നമ്മുടെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിച്ച് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാമോ? വിടുതൽ കിട്ടാത്ത വിഷയം എന്തെങ്കിലും നമ്മിലുണ്ടെങ്കിൽ, കഴിഞ്ഞ നാളുകളായി പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും വിടുതൽ ലഭിക്കാത്ത ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ, നിന്റെ അഡ്മിഷന്റെ കാര്യം, നിന്റെ ജോലിയുടെ കാര്യം, നിന്റെ വരുമാനത്തിന്റെ വിഷയം, നിന്റെ ആരോഗ്യത്തിന്റെ വിഷയം എന്ന് വേണ്ട, ഏത് വിഷയമായാലും ഇന്ന് പകൽക്കാലം നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ച് നമുക്ക് കർത്താവിങ്കിൽ നിന്ന് വിടുതൽ ഏറ്റെടുക്കാം. കണ്ണുകൾ അടയ്ക്കാം. ആദ്യമൊക്കെ ഒരു വാക്കും യേശു തമ്പുരാൻ പറഞ്ഞില്ല എങ്കിലും, ഒരു വാക്കും ഉച്ചരിക്കാതെ പോയപ്പോഴും ഇവൾ ക്ഷീണിച്ചില്ല, ഇവൾ മടുത്തില്ല, അവൾ പിൻപറ്റുകയാ, അവനെ അനുഗമിക്കുകയാ അവൾ. ഗുരു, നിനക്ക് കഴിയും. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. എന്റെ പുരയ്ക്കകത്ത് വരാൻ നീ യോഗ്യൻ, ഞാൻ യോഗ്യനല്ല. നീ ഇവിടെ നിന്നുകൊണ്ട് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ആ ശതാധിപൻ പറഞ്ഞതുപോലെ ഈ കനാന്യ സ്ത്രീയെ പിൻചെന്ന് യേശുവിനോട് പറഞ്ഞതുപോലെ ഇവർ രണ്ടു പേരെ കുറിച്ചും അവിടെ എഴുതിയിരിക്കുന്നത് അവരുടെ വിശ്വാസം വലിയതെന്ന്. ശതാധിപനെ കുറിച്ചും കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഹിസ് ഫെയ്ത്ത് ഈസ് ഗ്രേറ്റ്, അവന്റെ വിശ്വാസം വലിയത്. കനാന്യ സ്ത്രീയെ കുറിച്ചും കർത്താവ് പറഞ്ഞത് അവളുടെ വിശ്വാസം വലിയത്, വലിയ വിശ്വാസം. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ വിഷയങ്ങളുടെ മേൽ വാക്കുകൾ കൽപ്പിച്ച് അവൻ നമ്മെ വിടുവിക്കുന്ന ദൈവമായി നമ്മുടെ അരികെ നിൽക്കുമ്പോൾ നമ്മുടെ വിഷയങ്ങൾ അവനോടൊന്ന് പറയാം, അവനോടൊന്ന് തുറന്നു പറയാം. എത്ര വിദൂരതയിലുള്ള വിഷയമായാലോ, നിന്റെ തലമുറയുടെ വിഷയമായാലോ, നമുക്ക് ദൈവത്തോട് തുറന്നു പറയാം. അവനൊരു വാക്ക് കൽപ്പിച്ചാൽ, അവനൊരു വാക്ക് കൽപ്പിച്ചാൽ, അവനൊരു വാക്ക് കൽപ്പിച്ചാൽ ദൈവത്തിന്റെ പൈതലേ, നിന്റെ ജീവിതത്തിൽ വിടുതലാൻ, നിന്റെ പുരയ്ക്കകത്ത് വരാൻ നീ യോഗ്യനല്ലാതിരിക്കുമ്പോൾ അവനൊരു വാക്ക് നിന്റെ വിഷയത്തിന്മേൽ കൽപ്പിച്ചാക്കുന്നവൻ. നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ചേർന്ന് പാടി ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. നമ്മുടെ പുരയ്ക്കകത്ത് വരാൻ നാം യോഗ്യനല്ല, നാം യോഗ്യനല്ല. കൈകളെ തട്ടി ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ. നിന്റെ കൂടൊന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ. നിന്റെ കൂടൊന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. ഒരു വാക്കുമതി, എനിക്കത് മതിയേ. ഒരു വാക്കുമതി, എനിക്കത് മതിയേ. ഒരു വാക്കുമതി, എനിക്കത് മതിയേ. ഒരു വാക്കുമതി, എനിക്കത് മതിയേ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ. അധികാരത്തിൽ നിന്നെ പോരാരുമില്ലേ.
അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോരാളുമില്ലേ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞ, ഉൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും, നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ, യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കുമതി എനിക്കത് മതിയേ, 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 ഒരു വാക്കുമതി